ഹായ് കൂട്ടുകാരെ, എല്ലാവരോടും ഞാൻ ഇന്നൊരു യാഥാർത്ഥ്യം ഉള്ള ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഈ ലോകം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ ഒരു തെറ്റുകാരാക്കി മാറ്റും. അതാണ് ഇന്നത്തെ ലോകം. നമുക്ക് ഒന്നും ചിലപ്പോൾ നമ്മളറിയാത്തൊരു കാര്യമായിരിക്കും, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനത്തെ ഒരു കാര്യമെന്നായിരിക്കും ഓരോരുത്തർ പറയുന്നുണ്ടാകാം. പക്ഷേങ്കിൽ നമ്മളൊരിക്കലും ഒരു ആൾക്കാരെ നമ്മൾ പരിഹസിക്കാനോ അപമാനിക്കാനോ നമ്മൾ പാടില്ല. അത് നമ്മളങ്ങനെ ചെയ്യുമ്പം അവരെ മനസ്സിൽ ഉണ്ടാകുന്ന മുറിവുകൾ അതെത്രമാത്രമാണ് അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥയെ അറിയാണ്ട് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ അപമാനിക്കാനോ ഒരിക്കലും പാടില്ല. എന്നുവെച്ചാൽ അനുഭവങ്ങളാണ്. അത്രയേറെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു സത്യം പറയാന്നുള്ള ഒരു ഇത് എനിക്ക് കുറേ ദിവസമായി നിങ്ങളോടെല്ലാം പങ്കുവെക്കണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്കിപ്പോൾ ഒരുപാട് സ്വത്ത് ഉണ്ടായിട്ടും നമുക്ക് കാര്യമില്ല. ഒരുപാട് സ്വത്തും പൈസയും നമുക്കൊരു ഉദ്യോഗവും ഉണ്ടായിട്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ എല്ലാം ദൈവം തരുന്നതാണ്. ഇന്ന് ഉണ്ടെങ്കിലും നമുക്ക് നാളെ ഉണ്ടായി വരുമെന്നില്ല ഇതില്ല. പക്ഷേ ഇന്ന് കണ്ടാണ് നമ്മൾ നാളെ കാണില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ പൈസയോ നമുക്കൊരു ഉദ്യോഗമോ നമ്മളെ ഒരു സ്വത്തും ഇതൊന്നും കണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാനോ ഒരാളെ നമ്മൾ പരിഹസിക്കാനോ ഒരാളെ നമ്മൾ ഒന്നും പറയാനോ കുറ്റം പറയാനോ. എന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും അവരനുഭവിക്കുന്ന വിഷമങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ. അനുഭവിച്ച് അറിഞ്ഞാലേ അവർക്ക് അതിൻ്റെ വിഷമങ്ങൾ അറിയൂ. അതുകൊണ്ട് ഈ കുറ്റം പറയുന്ന ആൾക്കാർ ഇന്ന് കൂടുതലും ഈ സോഷ്യൽ മീഡിയയിൽ പല ഇത് ഇട്ടിട്ട് പല ആൾക്കാരെ പരിഹസിക്കാനും ഇതാക്കാനും. പക്ഷെ അത് ചെയ്യുമ്പോൾ അവരാലോചിക്കണം, അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എത്രമാത്രം വേദനകളും വിഷമങ്ങളും ഉണ്ടാവുന്നത് അത് ചിന്തിക്കാണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മളൊരു മറ്റുള്ളയാൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബുദ്ധിമുട്ടിന് ചെന്ന് കഴിഞ്ഞാൽ ഒരു അപമാനമോ നമുക്കൊരു ഇത് കിട്ടൂല. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരാളെ സഹായിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവരോട് ശരി നമുക്ക് പറ്റൂല, അന്ന് നല്ലൊരു വാക്ക് കൊണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക. എന്ന് വെച്ചാൽ കാലം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പ്രായമുള്ള ആളെക്കാട്ടി ഇന്ന് കൂടുതൽ ചെറുപ്പക്കാരാണെന്നെല്ലാം മരണപ്പെട്ടു പോകുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പം ഗൾഫിൽ തന്നെ എത്ര ആൾക്കാർ മരിച്ച് പെട്ടെന്ന് തീ പിടിച്ച് മരിച്ചു. അതെല്ലാം നമുക്കൊരു വിഷമം തന്നെയാണ്. അപ്പോൾ അത് നമ്മളെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൻ്റെ അകത്ത് വളരെ വേദനയും നൊമ്പരവും നമുക്കുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് എത്രയോ ഇതായിട്ടാണ് നമ്മൾ ഗൾഫിൽ പോകുന്നത്. നമ്മളൊരു വീടെടുക്കുന്നത് കൂടുതൽ നമുക്കറിയാം. നമ്മളും കുറേ പിന്നെ അന്യനാട്ടിൽ ജീവിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഈ അനുഭവം. നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പ്രിയമായിരിക്കും. എന്നുവെച്ചാൽ നമ്മളെ കൈമേൽ പൈസയെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവരവരെ മുഖം മാടും. എപ്പാ പോവുക, വന്നേരെ പിറ്റേന്ന് തന്നെ ചോദിക്കും ലീവ് കഴിഞ്ഞ് ഇനി എപ്പാ പോവുക. അതാണ് നാട്ടിലെ ഇത്. അതുകൊണ്ട് എല്ലാവരും എപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാളെ അപമാനിക്കാൻ പാടില്ല. നമുക്ക് തരുന്നതും എടുക്കുന്നതെല്ലാം ദൈവമാണ്. ദൈവം വിചാരിച്ച ഒരു നിമിഷം കൊണ്ട് നമുക്കെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് ഉണ്ടായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, നമുക്ക് നമ്മളെ കുടുംബത്തിനും എനിക്ക് അസുഖമൊന്നും വരാണ്ട് നമ്മളെ ദൈവം കാത്തുകൊള്ളണേ ദൈവമേ. മറ്റുള്ള ആൾക്ക് നമ്മൾ ദുഷ്ടത ഇതാക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി അവർ നന്നാവട്ടെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ അവരും കഷ്ടപ്പെടാണ്ട് നിൽക്കണം. അങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ നല്ല നന്മ ചെയ്താൽ നമുക്കൊരു നന്മ കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നമുക്ക് നാളെ കിട്ടും. ഈ ഒരു അനുഭവം എനിക്കും ഉണ്ട്. നമ്മളാരെയും വേദനിപ്പിക്കാൻ പോകാൻ പാടില്ല, ആരും നമ്മളെയും വേദനിപ്പിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് അധികം കണ്ടുവരുന്നത് മറ്റുള്ള ആളെ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കൂല. അവരവരെ ജോലിയെടുത്ത് അവർ ജീവിക്കുന്നു, പക്ഷെ അതിനു പോലും വിടാത്ത കാലമാണ് ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഇതിൽ കൂടുതൽ എൻ്റെ അനുഭവമുണ്ട്. എന്നുവെച്ചാൽ അതുകൊണ്ട് എല്ലാ വ്യക്തികളോടും പറയുക, സത്യാവസ്ഥ അറിയാണ്ടോ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ ഒന്നും പാടില്ല. ഈ ഉദ്യോഗവും പൈസയും സ്വത്തും എല്ലാം ഇന്ന് വരും നാളെ പോകും. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവമാണ് തരുന്നതും എടുക്കുന്നതും എല്ലാം ദൈവമാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഗോഡ് ഈസ് ലവ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടോ നല്ലതുണ്ടാവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.